പാലക്കാട് മലമ്പുഴയിൽ മാലിന്യ സംസ്കരണശാലയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനെത്തിയ റവന്യൂ സംഘം മടങ്ങിപ്പോയി. കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്നാണ് സ്ഥലം ഏറ്റെടുപ്പ് നടത്താതെ സംഘം മടങ്ങിയത്. ആദ്യം ഒരു പ്രതികരണത്തിൽ ഇതൊരു ശാശ്വത പരിഹാരമല്ല. ഈ പദ്ധതി വരുന്നത് തന്നെ സർക്കാർ ഈ പ്രദേശത്തെ നാട്ടുകാരെ ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടുള്ളൊരു മാർഗത്തിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു റവന്യൂ സംഘം വന്ന് ഈ സ്വകാര്യ ഭൂമി പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യക്കാരുടെ ഭൂമി എന്തിനാണ് സർക്കാർ പോലീസിനെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംവിധാനവും ഉപയോഗിച്ച് ഇപ്പോൾ അളക്കാൻ വരുന്നതെന്ന് ഈ നിമിഷം വരെ വ്യക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ശ്രീകുമാരൻ പാലക്കാടൻ ചെയ്യുന്നു. ശ്രീജിത്ത്, മാലിന്യം സംസ്കരിക്കാൻ ഒരിടം വേണം, എന്നാൽ ആ ഇടം അവിടെ വേണ്ട എന്നാണോ നാട്ടുകാർ പറയുന്നത്? എന്താണ് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണം? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? സുഹേൽ, ആദ്യമേ പറയട്ടെ, കോൺഗ്രസ് മാത്രമല്ല BJP പ്രവർത്തകരും ആ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത് കേവലം ഒരു മാലിന്യ പ്രശ്നം മാത്രമല്ല. IMAയുടെ ഇമേജ് എന്ന ആശുപത്രി ബയോ മെഡിക്കൽ വേസ്റ്റ് മുഴുവൻ സംസ്കരിക്കുന്നത് ഇതിന് തൊട്ടപ്പുറത്താണ്. അവർ ചോദിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ഒരു കുപ്പത്തൊട്ടിയാണോ മലമ്പുഴ അല്ലെങ്കിൽ പാലക്കാട് എന്നാണ് വീണ്ടും വീണ്ടും ഈ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രവർത്തകരും BJPക്കാരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് സാനിറ്ററി വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് വരുന്നു എന്നാണ് അത്തരത്തിലൊരു ഓർഡർ ഉള്ളത്. പക്ഷേ ഇവിടെ വന്ന ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് അവിടെ സംസ്കരിക്കുന്നത് എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്ത് പ്രൊജക്റ്റാണ് തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നത്. രാവിലെ 10 മണി മുതൽ കോൺഗ്രസ് BJP പ്രവർത്തകർ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലായിരുന്നു കാത്തു നിന്നിരുന്നത്. ഇത് കൂടാതെ കോൺഗ്രസ് പ്രവർത്തകർ ആണെങ്കിൽ ഈ സംസ്കാര സാഹിതിയുടെ ഒക്കെ നേതാവ് ബോബൻ മാട്ടുമന്തയുടെ നേതൃത്വത്തിലും കാത്തു നിന്നിരുന്നു. എന്തായാലും ഉച്ചയോടുകൂടി മാത്രമാണ് ഈ സംഘത്തിന് അവിടെ എത്താനായത്. ഏറെ നേരം സംസാരിച്ചു. കസബ CAയും അതുപോലെ തന്നെ വാളയാർ CAയും സംരക്ഷണം ഒരുക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ സർവേ നടത്താം, ഭൂമി അളക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വലിയ പ്രതിഷേധം ഉടലെടുത്തു. എന്താണ് പ്രൊജക്റ്റ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത നൽകാൻ തയ്യാറായില്ല. ഈ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ പറയുന്നത് അതൊരു സാനിറ്ററി വേസ്റ്റ് മാനേജ്മെന്റ്. പഞ്ചായത്തിന്റെ അനുമതിയൊന്നും ഇല്ലാത്തൊരു പ്രൊജക്റ്റാണോ? ഈ പ്രൊജക്ട് എന്താണെന്ന് പോലും ഉറപ്പിക്കാതെ, അല്ലെങ്കിൽ അതിനൊരു പ്ലാൻ തയ്യാറാകുന്നതിന് മുമ്പേ സ്ഥലം ഏറ്റെടുപ്പിനുള്ള നീക്കമായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ആരോപണമുണ്ടോ? തീർച്ചയായും പഞ്ചായത്തിന്റെ ഒന്നും തന്നെ യാതൊരു അനുമതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. കൂടാതെ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് വനവകുപ്പിന്റെ NOC ഒക്കെ ആവശ്യമുണ്ട്. അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ട് വരുന്നു. അതുപോലെ തന്നെ സ്ഥലം ഞങ്ങൾക്ക് സർവേ നമ്പർ അടക്കം ഒന്ന് ചെറിയൊരു തിരുത്തലുകൾ നടത്താനുണ്ട്. അതെന്താണ് എന്നത് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ആളുകളാണ് അവിടെ എത്തിയത്. എന്തായാലും വലിയ പ്രതിഷേധം ഉടലെടുത്തു. സംഘം തിരിച്ചുപോയിട്ടുണ്ട്. എന്താണ് പ്രൊജക്ട് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത നൽകാൻ കഴിയാത്തതിനാലാണ് അവർ തിരിച്ചുപോയിട്ടുള്ളത്. കളക്ടറെ വിവരം അറിയിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ റവന്യൂ വകുപ്പ് അറിയിക്കുന്നത്.